പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതിനെ തുടർന്ന് മലേഷ്യയിലേക്ക് പോകേണ്ട യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങി. ശനിയാഴ്ച രാത്രി 11-ന് മലേഷ്യയിലേക്ക് മലിൻഡോ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന 140 യാത്രക്കാരാണ് കുടുങ്ങിയത്. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, എന്താണ് ഉണ്ടായത്? വർഷ, ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കോലാലംപൂരിലേക്ക് പോകേണ്ടിയിരുന്ന മാലിൻഡോ എയർലൈൻസിന്റെ വിമാനമാണ് മുടങ്ങിയത്. പൈലറ്റ് ഇല്ലാത്തതിനെ തുടർന്നാണ് വിമാനം മുടങ്ങിയത്. പൈലറ്റിനെ സംബന്ധിച്ച് ഈ പൈലറ്റിന് ഡ്യൂട്ടി സമയമുണ്ട്. കൃത്യമായ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അവർക്ക് മാറേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്രയും യാത്രക്കാരുമായി സഞ്ചരിക്കേണ്ട വിമാനത്തിന്റെ റിസ്ക് ഒഴിവാക്കുന്നതിനാണ് ഇത്തരം നിബന്ധനകളുള്ളത്. അങ്ങനെ നിലവിൽ വിമാനത്തിന്റെ പൈലറ്റായിരുന്ന ആൾ, ആ പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു. തുടർന്ന് ആ പൈലറ്റിനോട് തന്നെ ഈ വിമാനം പറപ്പിക്കുന്നതിനായി നിർബന്ധിക്കാൻ അധികൃതർക്ക് കഴിയില്ല. ആ സാഹചര്യത്തിലാണ് പൈലറ്റ് ഇല്ലാതെ വിമാനം ഇന്നലെ രാത്രി മുടങ്ങുന്ന സാഹചര്യമുണ്ടായത്. 138 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി വിമാനം പുറപ്പെടും എന്നറിയിച്ചിട്ടുണ്ട് അധികൃതർ. ഇന്നലെ വിമാനത്തിൽ ചുമതലയുള്ള അതേ ക്യാബിൻ ക്രൂ തന്നെയായിരിക്കും ഇന്ന് വിമാനത്തിലുണ്ടാവുക. കാരണം ഈ മാലിൻഡോ എയർലൈൻസിൻ്റെ ഒരു പ്രത്യേകത, പലപ്പോഴും വിമാന കമ്പനികൾ അഡീഷണലായി ഒരു കോ പൈലറ്റ് ഉണ്ടാകാറുണ്ട്. ഒരു പൈലറ്റിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ മറ്റൊരു പൈലറ്റ്, അതായത് വിമാനത്തിലല്ല, ഒരു വിമാനത്താവളത്തിൽ നിന്നും ആ മറ്റൊരു പൈലറ്റിന് ചുമതല കൈമാറി ആ വിമാനം പറത്താനുള്ള ഒരു അഡീഷണലായി ഒരു പൈലറ്റിനെ വിമാനത്താവളങ്ങളിൽ പലപ്പോഴും ഒരു സംവിധാനം ഏർപ്പെടുത്തി നിലനിർത്താറുണ്ട്. പക്ഷേ മാലിൻഡോയെ സംബന്ധിച്ച് കൊച്ചിയിൽ ഒരു അഡീഷണൽ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ വിമാനത്തിൽ ഞാൻ സൂചിപ്പിച്ചത് വർഷ, വിമാനത്തിലെ കോ പൈലറ്റ് എന്നല്ല, വിമാനം പറത്തുന്ന പൈലറ്റ് ചുമതല, അതായത് ആ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്ന പൈലറ്റ് ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ മറ്റൊരു പൈലറ്റ് ആ ചുമതല ഏറ്റെടുക്കേണ്ടതുണ്ട്, വിമാനം പറത്തേണ്ടതുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് ഇത്രയും യാത്രക്കാരുമായി ആകാശത്തുകൂടി പറക്കേണ്ട ഒരു വിമാനം, അതിൽ ആരോഗ്യ വിഷയങ്ങൾ ബാധിക്കാൻ പാടില്ല. ഇത്രയും ഇത്രയും യാത്രക്കാരുടെ ജീവൻ കയ്യിലെടുത്തുകൊണ്ടുള്ള റിസ്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കർശന നിയമങ്ങളുള്ളത്. കൃത്യമായ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ഒരു പൈലറ്റ് മാറി മറ്റൊരു പൈലറ്റ് വിമാനം പറത്തേണ്ടതുണ്ട്. പക്ഷേ മാലിൻഡോ എയർലൈൻസിനെ സംബന്ധിച്ച് ഈ ഡ്യൂട്ടി സമയം കഴിയുന്നതിനിടയാക്കിയ ഇപ്പോഴത്തെ സാഹചര്യം കൂടി നമുക്കപ്പോൾ ചിന്തിക്കേണ്ടി വരും. കാരണം പല കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് വിമാനങ്ങൾ വൈകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വിമാനങ്ങൾ വൈകി അടുത്ത വിമാനം വീണ്ടും സമയം വൈകുമ്പോഴുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ ആ പൈലറ്റിൻ്റെ ഡ്യൂട്ടി സമയം കഴിയുകയാണ്. കാരണം ഡ്യൂട്ടിക്കായി കാത്തു നിൽക്കുന്ന പൈലറ്റാണ്, നിലവിൽ ഡ്യൂട്ടിയിലാണ്. വിമാനം പറക്കുന്നില്ലെങ്കിൽ പോലും അവർ ഡ്യൂട്ടിയിലാണ്. ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് വിമാനം പറത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മറ്റൊരു പൈലറ്റ് അടുത്ത ഡ്യൂട്ടി സമയമാകുമ്പോൾ കയറേണ്ടതുണ്ട്. പക്ഷേ മാലിൻഡോയെ സംബന്ധിച്ച് കൊച്ചിയിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി കൃത്യമായി പറയുകയാണ്, വിമാനത്തിലുള്ള കോ പൈലറ്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് പോകേണ്ട വിമാനമാണ്. വൈകിയ വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.